വെൽക്കം ടു തള്ളുവണ്ടി വ്ളോഗ്സ്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ടൈം ആണ് ട്രെയിലർ റിയാക്ഷൻ ഒക്കെ നടത്താൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് നാളെ റിലീസിന് ഒരുങ്ങുകയാണ്. 5-ാം തീയതിയാണ് പുഷ്പ 2ന്റെ റിലീസ് വന്നേക്കുന്നത്. ടിക്കറ്റ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം നിങ്ങൾ ആ റിയാക്ഷൻ ഒന്ന് കണ്ടുവെക്ക്. അപ്പൊ നമുക്ക് ട്രെയിലറിലേക്ക് പോവാം കേട്ടോ. ആരാണ് നമ്മുടെ അല്ലു അർജുന്റെ ഇൻട്രോ ആണ് ഫസ്റ്റ് ഇപ്പൊ ചെയ്യാൻ പോണ. പുഷ്പ നാം ചോട്ടാ ഹെ. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ സംഭവമൊക്കെ ചെയ്ത് വിറ്റ് വലിയ ആളായിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഓളൊക്കെ ചെരിഞ്ഞിട്ട് ബ്രാൻഡ്, അതെ പുഷ്പ ഒരു ബ്രാൻഡായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പുഷ്പ മറ്റേ എന്തുവാ പ്രൊമോഷന് നമ്മുടെ അല്ലു അർജുൻ വന്ന സമയത്ത് ആ തിരക്കൊക്കെ നമ്മൾ കണ്ടാണ്. പുള്ളി ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് പുഷ്പയുടെ എന്ന് പറഞ്ഞ സിനിമയുടെ പേരിൽ മാത്രമല്ല. പുള്ളി പണ്ടത്തെ കേരളത്തിലൊരു അടിപൊളി സംഭവമാണ്. പക്ഷെ അല്ലു അർജുൻ മറ്റേ പ്രൊമോഷൻ വന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കിയില്ലേ? അതെന്താ നമ്മുടെ അല്ലു അർജുൻ ഉണ്ടല്ലോ മറ്റേ ഭാര്യയുടെ കാലൊക്കെ വെച്ച് തെക്കേത്തലൊക്കെ ചെയ്തേക്കുന്നത് തിരിക്കാച്ചേരും. ഈ ഒരു എൻട്രിക്കൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തേക്കുന്നത്. കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് അല്ലു അർജുനും പിന്നൊന്ന് നമ്മുടെ ഫഹദ് ഫാസിലിനും വേണ്ടി. ആ പുള്ളി നല്ല കിടുക്കൻ റോളായിരുന്നു കഴിഞ്ഞ മറ്റേ നമ്മുടെ പുഷ്പ 1 ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്തവണയും നല്ല അടിപൊളിയായിട്ട് പുള്ളി നല്ല പുള്ളിയുടെ റോളൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് തോന്നി. ഇപ്പം എന്താണ് സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഫഹദ് ഫാസിലിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയില്ലേ പുഷ്പ? നല്ലൊരു വലിയ ക്യാൻവാസിൽ തന്നെ സിനിമ ചെയ്തേക്കുന്നത്. ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പോലെ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ്. എത്ര പേർക്ക് ദഹിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല സിനിമ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഒരു ഒപ്പീനിയൻ പലതായിരിക്കും. കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് ഇത് ഭയങ്കര ഇത് പക്ക ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രമായിട്ട് മറ്റേ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതൊക്കെ 5 ഇഞ്ച് സ്ക്രീനിലൊക്കെ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം കണ്ടു. അല്ല ഇതിനകത്തും മറ്റേ നമ്മുടെ ലോറി ഉണ്ടല്ലോ, മറ്റേ ലോഡൊക്കെ കൊണ്ടുപോകുന്ന ലോറിയില് പറക്കുന്നൊക്കെ ഉണ്ട്. ഇതിലും ഉണ്ട് ഒരു ഐറ്റം സോങ്. കഴിഞ്ഞ തവണ സമന്ത ആണെങ്കിൽ ഇത്തവണ നമ്മുടെ വേറൊരു നടിയെ വെച്ചാണ് ഒരു ഐറ്റം സോങ് വെച്ചേക്കുന്നത്. നല്ല ഐറ്റം സോങ് ആയിരിക്കും. കഴിഞ്ഞ തവണ നല്ല വൈറലായിരുന്നു മറ്റേ നമ്മുടെ സമന്തയുടെ ഐറ്റം സോങ്. അപ്പൊ ഇത്തവണയും ഒരു വൈറൽ സാധനം ഇതിലവര് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലു അർജുനോടൊപ്പം തന്നെ കട്ടയ്ക്ക് ഈ ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫേസ് ആണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ. എനിക്ക് തോന്നുന്നു ഇത്തവണ ഫഹദ് ഫാസിലിന് നല്ലൊരു റോൾ തന്നെ നമ്മുടെ സുകുമാർജി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ സിനിമയില് ഫഹദ് ഫാസിലിനെയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം നല്ല അടിപൊളിയായിട്ട്. വില്ലനാണ്, ഒരു കട്ട വില്ലൻ. നമ്മുടെ അല്ലു അർജുനെതിരായിട്ട് ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന വില്ലനാണ് ഫഹദ് ഫാസില്. പുഷ്പ നാഷണൽ അല്ല, ഇന്റർനാഷണൽ. അതെ അതെ ഇന്റർനാഷണൽ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ്പ 2 വേൾഡ് വൈഡ് റിലീസാണ്. അതേപോലെ നല്ലൊരു എമൗണ്ട് ഒരു ഫസ്റ്റ് ഡേ തന്നെ കളക്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ഇപ്പോഴേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് പറഞ്ഞേക്കുന്ന കണക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്പണിങ് തന്നെ നല്ലൊരു എമൗണ്ട് ഇവർ കളക്ട് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് വേറൊരു കാര്യമുണ്ട്, മലയാളികൾക്ക് വേണ്ടി അല്ലു അർജുൻ ഉണ്ടല്ലോ. നമ്മുടെ പ്രൊമോഷൻ വേണ്ടി അല്ലു അർജുൻ കൊച്ചിയിൽ വന്നപ്പോൾ പറഞ്ഞതാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട്
ഒരു പാട്ട് ഇതിനകത്തുണ്ട്. എല്ലാ ലാംഗ്വേജിലും ആ പാട്ട് ഫസ്റ്റ് തുടങ്ങുന്നത് മലയാളത്തിലായിരിക്കും. എനിക്ക് അത് റിലീസ് ആയിട്ടൊന്ന് നിങ്ങളോട് കണ്ടു നോക്കും. നല്ല അടിപൊളി പാട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ ഉണ്ടല്ലോ, മലയാളികളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഒരു കാര്യം പുള്ളി പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം വേറെ ഒരു ലാംഗ്വേജിൽ നിന്നല്ല, നമ്മുടെ മലയാളം ലാംഗ്വേജിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, മലയാളം ലാംഗ്വേജിന് ഒരു പാട്ട് ഫസ്റ്റ് തന്നെ പുള്ളിയുടെ സിനിമയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് എത്രത്തോളം മലയാളികളെ പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ല ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ സിനിമയ്ക്ക് ടിക്കറ്റ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പോയി കാണും. കണ്ടതിന് ശേഷം അതിന്റെ റിവ്യൂ ഞാൻ ഈ ചാനലിൽ ഇടും. നിങ്ങള് ചാനലിൽ വന്നിട്ട് റിവ്യൂ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പുഷ്പ 2 നമ്മൾ ഒരു സെക്കൻഡ് ഷോയ്ക്കാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ സംസാരിക്കാം. അപ്പം റിയാക്ഷൻ ഇതോടെ തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്ത റിയാക്ഷൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൊള്ളാനുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റിയാക്ഷനും ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതാണ്. അപ്പൊ ബൈ ഗൈസ്.